ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. എമ്പുരാനെ കുറിച്ചുള്ള റെക്കോർഡ് ഓവർസീസ് റൈറ്റ്സിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടെ ആവേശഭരിതരായി മാറിയിരിക്കുകയാണല്ലോ നമ്മുടെ ലാലേട്ടൻ ആരാധകർ. ഒരു മലയാളം സിനിമയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന തുകയ്ക്ക് 30 കോടി രൂപയ്ക്ക് ഓവർസീസ് റൈറ്റ്സ് വിറ്റഴിക്കപ്പെടുന്ന സിനിമയായിട്ട് എമ്പുരാൻ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അന്യഭാഷാ സിനിമകൾ, വിജയ് സിനിമകളെല്ലാം തന്നെ 60-70 കോടി രൂപയ്ക്ക് വിറ്റഴിക്കപ്പെടുന്നുണ്ട് എന്നാണ് നമ്മുടെ ഓർമ്മ. അങ്ങനെ ഒരു സമയത്ത് നമ്മുടെ മലയാളം പോലെ ഒരു ചെറിയ ഇൻഡസ്ട്രിയിൽ നിന്നും ആ തുകയുടെ പകുതി തുകയ്ക്ക് എമ്പുരാന്റെ തിയേറ്റർ റൈറ്റ്സ് വിറ്റഴിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ അത് വേറെ ലെവൽ എന്ന് നിസ്സംശയം പറയാം. എന്തായാലും ലാലേട്ടൻ സിനിമയുടെ ആ ഒരു ഓവർസീസ് ഡീലിനെ കുറിച്ചുള്ള റിപ്പോർട്ട് ഞെട്ടിച്ചിരിക്കുന്നു എന്ന് നിസ്സംശയം പറഞ്ഞുകൊള്ളട്ടെ. ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ഏറ്റവും ഉയർന്ന തുകയ്ക്ക് ഓവർസീസിലേക്ക് റൈറ്റ്സ് വിറ്റുപോയ 3 മലയാളം സിനിമകളെ കുറിച്ചാണ്. അതിലിപ്പോഴത്തെ 1-ാം സ്ഥാനത്ത് നമ്മുടെ 30 കോടിയുമായിട്ട് എമ്പുരാനാണെങ്കിൽ 2-ാം സ്ഥാനത്ത് ദുൽഖറിന്റെ കിങ് ഓഫ് കൊത്ത എന്ന സിനിമയാണ്. 14 കോടി രൂപയ്ക്കായിരുന്നു 1.5 വർഷം മുന്നേ തിയേറ്ററുകളിലേക്ക് എത്തിയ ഓണക്കാലത്ത് റിലീസ് ചെയ്ത ദുൽഖറിന്റെ കരിയറിലെ തന്നെ അന്നത്തെ വലിയ ഹൈപ്പിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ കിങ് ഓഫ് കൊത്തയുടെ ഓവർസീസ് റൈറ്റ്സ് വിറ്റഴിക്കപ്പെട്ടത്. 3-ാം സ്ഥാനത്ത് വീണ്ടും ഒരു ലാലേട്ടൻ സിനിമയാണ്. അത് കോവിഡ് കാലത്ത് തിയേറ്ററുകളിലേക്ക് എത്തിയ മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്ന സിനിമയാണ്. 2020 14 കോടി രൂപയ്ക്കാണ് സിനിമ ആദ്യം ഫാർസ് ഫിലിംസ് സ്വന്തമാക്കിയത്. എന്നാൽ പിന്നീട് കോവിഡ് കാലത്ത് സിനിമ റിലീസ് ചെയ്യേണ്ടി വന്നപ്പോൾ 2 കോടി രൂപ കുറച്ചായിരുന്നു മരക്കാർ ഫാർസ് ഫിലിംസിന് കൊടുത്തത്. അങ്ങനെ 12 കോടി രൂപയ്ക്കാണ് മരക്കാറിന്റെ തിയേറ്റർ റൈറ്റ്സ് വിറ്റഴിക്കപ്പെട്ടത്. ഇപ്പോഴത്തെ മരക്കാറിനേക്കാൾ ഒരു 2 കോടി അധികമായിരുന്നു കിങ് ഓഫ് കൊത്തയ്ക്കെങ്കിൽ കിങ് ഓഫ് കൊത്തയെ ഇരട്ടി മാർജിനിൽ മറികടക്കുന്ന ലാലേട്ടൻ സിനിമയെ പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന സിനിമയാണ് നമുക്ക് ഇപ്പോഴത്തെ കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. 30 കോടി രൂപയ്ക്ക് എമ്പുരാന്റെ തിയേറ്റർ റൈറ്റ്സ് വിറ്റഴിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ ലൂസിഫർ എന്ന സിനിമ ആദ്യമായിട്ട് ഓവർസീസിൽ 50 കോടിയിലധികമാണ് കളക്ഷൻ നേടിയെടുത്തതെങ്കിൽ എമ്പുരാൻ 100 കോടിയിലധികം കളക്ഷൻ എല്ലാം തന്നെ അവിടെ നേടിയെടുക്കുമെന്നൊരു സ്വപ്നം സിനിമയുടെ വിതരണക്കാർ കാണുന്നുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഇനി അവസാനമായിട്ട് വരികയാണെങ്കിൽ നമ്മുടെ വിമർശകരിലേക്കാണ് വരേണ്ടത്. കാരണം കുറച്ചധികം ദിവസങ്ങൾ എമ്പുരാൻ ചില ഇഷ്യൂസിലെല്ലാം തന്നെ പെട്ടപ്പോൾ സിനിമ എടുക്കാനായിട്ട് ആളില്ല, ലാലേട്ടിന് സ്റ്റാർഡം ഇല്ല, ലാലേട്ടിന്റെ അവസാന സിനിമകൾ പരാജയപ്പെട്ടത് കൊണ്ടാണ് ആരും സിനിമ എടുക്കാത്തത് എന്നൊക്കെ പറഞ്ഞ് ഫേക്ക് ന്യൂസ് പടർത്തിയിരുന്നു. ഇപ്പോഴത്തെ അവർക്കെല്ലാം തന്നെ വേറെ ലെവൽ മറുപടിയാണല്ലോ ലാലേട്ടനും പൃഥ്വിരാജും ചേർന്ന് നൽകിക്കഴിഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത ദിവസങ്ങളിൽ എന്തെല്ലാം മറുപടിയാണ് അവർ കേൾക്കാനായിട്ടിരിക്കുന്നത്. എന്തായാലും അതെല്ലാം തന്നെ കേൾക്കുവാനായിട്ട് നമ്മുടെ ചാനലിലൂടെ കേൾക്കുവാനായിട്ട് കാത്തിരിക്കൂ. എമ്പുരാന്റെ കൂടുതൽ ഇതുപോലുള്ള റെക്കോർഡ് വാർത്തകൾ കേട്ട് കാത്തിരിക്കൂ.